ഹായ്, ഇന്ന് നമ്മള് സോളിഡ് സ്റ്റേറ്റിലെ 2 പാർട്ട് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നല്ല റെസ്പോൺസ് ആയിരുന്നു, എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നമുക്കിന്ന് സോളിഡ് സ്റ്റേറ്റിലെ 3ാമത്തെ പാർട്ട് വീഡിയോയില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ എല്ലാ വർഷവും ചോദിക്കുന്നു എന്നല്ല, പക്ഷെ ചോദിക്കാറുണ്ട്. എൻട്രൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലകളൊക്കെ അതിനകത്ത് കയറി വരുന്നുണ്ട്. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോർഷനാണ്. തിയറിക്ക് വളരെ ഫ്രീക്വന്റ് ആയിട്ടൊന്നും ചോദിച്ചതെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, ബട്ട് ഈവൻ ദോ ചോദിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾക്ക് അല്പം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അധികം എഫേർട്ട് എടുക്കാതെ എങ്ങനെ പഠിക്കാം, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ടോപ്പിക് ഇതാണ്, പാക്കിംഗ് എഫിഷ്യൻസി. സോ ഹൗ ടു കാൽക്കുലേറ്റ് പാക്കിംഗ് എഫിഷ്യൻസി. ആദ്യം എന്താണ് ഈ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്? പാക്കിംഗ് എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ സപ്പോസ് നമ്മള് ഒരു ബാഗ് ഉണ്ട്, ആ ബാഗിനകത്ത് ഒരു 10 ലിറ്റർ സാധനങ്ങൾ കൊള്ളാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് സാധനങ്ങളൊക്കെ നിറച്ച് ഒരു 8 ലിറ്റർ സ്ഥലം നിറച്ചു. 2 ലിറ്റർ വേസ്റ്റ് ആയി പോയി. അപ്പൊ ഇവിടെ നമ്മൾ പാക്ക് ചെയ്തതിന്റെ എഫിഷ്യൻസി എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എങ്ങനെ? നിങ്ങൾ എത്ര സ്ഥലം നിറച്ചു? 8 ലിറ്റർ. എത്ര സ്ഥലം ഉണ്ടായിരുന്നു? 10 ലിറ്റർ. പെർസെന്റേജിലാക്കണമെങ്കിൽ ഇൻറ്റു 100. സോ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: 8 നിങ്ങൾ നിറച്ച സ്ഥലം ഡിവൈഡഡ് ബൈ, അതായത് നിങ്ങൾ ഒക്കുപ്പൈ ചെയ്ത സ്ഥലം, ഡിവൈഡ് ബൈ 10, ദാറ്റ് ഈസ് ദ ടോട്ടൽ സ്പേസ്, ഇൻറ്റു 100. ക്ലിയർ ആയോ? ഇതുപോലെ ഒരു യൂണിറ്റ് സെൽ നമ്മൾ എന്തുകൊണ്ടാണ് നിറയ്ക്കുന്നത്? സ്ഫിയറുകൾ കൊണ്ട്. കാരണം സ്ഫിയർ എന്ന് പറയുമ്പോൾ ഇവിടെ ആറ്റം അല്ലെങ്കിൽ അയോൺസ് ഒക്കെ ആണല്ലോ, അതിനെല്ലാത്തിനും കൂടി ചേർത്ത് നമുക്ക് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, ആ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ഫിയറുകളായിട്ടാണ്. അപ്പൊ സ്ഫിയറുകൾ കൊണ്ടാണ് നമ്മൾ ഏതിനെ നിറയ്ക്കുന്നത്? നമ്മുടെ യൂണിറ്റ് സെല്ലിനെ നിറയ്ക്കുന്നത്. അപ്പൊ യൂണിറ്റ് സെല്ലിന് സ്വന്തമായിട്ട് ടോട്ടൽ വോളിയം ഉണ്ട്. അതിൽ എത്ര സ്ഥലം നമ്മൾ സ്ഫിയറുകൾ കൊണ്ട് നിറച്ചു? ഇൻറ്റു 100. That is called the packing efficiency. So packing efficiency കാണുന്ന ഫോർമുല, packing efficiency is equal to total volume occupied by spheres divided by volume of unit cell. അല്ലെങ്കിൽ ടോട്ടൽ വോളിയം എന്ന് പറയും. ടോട്ടൽ വോളിയം occupied by the spheres divided by total volume of the unit cell into 100. ക്ലിയർ ആയോ? 100 ആക്കുന്നത് പെർസെന്റേജ് പറയാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് കോൾഡ് പാക്കിംഗ് എഫിഷ്യൻസി. ആ ഫോർമുല എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, ടോട്ടൽ വോളിയം ഓഫ് ദി സ്ഫിയേഴ്സ് എന്നാ പറയുന്നത്. സ്ഫിയറിന്റെ വോളിയം കാണുന്ന ഫോർമുല എന്തുവാ ഓർമ്മയുണ്ടോ? 4/3 πr³. സോ ദാറ്റ് ഈസ് ദി ഫോർമുല. രണ്ടാമത്തെ കാര്യം, താഴെ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ എന്നാ പറയുന്നത്. നമ്മൾ സാധാരണ യൂണിറ്റ് സെൽ ഒക്കെ വരയ്ക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ? ഇതെന്താ സാധനം? ക്യൂബ് അല്ലേ? ക്യൂബിന്റെ വോളിയം കാണുന്ന ഫോർമുല എന്തുവാ? ദാറ്റ് ഈസ് a³. അപ്പൊ രണ്ട് സാധനങ്ങളും ഓർത്തിരിക്കണം. സ്ഫിയറിന്റെ വോളിയം കാണുന്ന ഫോർമുല 4/3 πr³, ക്യൂബിന്റെ വോളിയം കാണുന്ന ഫോർമുല a³. രണ്ടാമത്തെ കാര്യം, ഇതെന്താ ഈ ടോട്ടൽ കയറി വരാൻ കാര്യം? ഈ ടോട്ടലിനകത്തൊരു കാര്യം പറയാനുണ്ട്. എന്താണ് ആ കാര്യം? വേറെ ഒന്നുമല്ല. നോക്കൂ, ഒരു സിമ്പിൾ യൂണിറ്റ് സെല്ലിന്റെ ഇസഡ് വാല്യൂ പഠിച്ചിട്ടുണ്ടല്ലോ, 1/8 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഇസഡ് വാല്യൂ ആണ് നമ്പർ ഓഫ് സ്ഫിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഒരു സിമ്പിളിനകത്ത് ഇസഡ് വാല്യൂ 1 ഉള്ളൂ, കാരണം അവിടെ ഇസഡ് വാല്യൂ 1 ആണ്. പക്ഷെ BCC ബോഡി സെന്റേർഡ് ക്യൂബ്, അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദാറ്റ് ഇസഡ് വാല്യൂ ഇസ് 2. BCCയുടെ ഇസഡ് വാല്യൂ എത്രയാണ്? 2 ആണ്. ഇനി FCC ഫേസ് സെന്റേർഡ് ക്യൂബ്, അവിടെ ആണെങ്കിൽ ഇസഡ് വാല്യൂ എത്രയാണ്? 4 ആണ്. അതായത് നമ്മൾ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, ഒരു സ്ഫിയറിന്റെ വോളിയം നമ്മൾ ഇപ്പൊ FCC ആണെന്ന് വിചാരിക്കും. FCCയിലാണെങ്കിൽ ഒരു സ്ഫിയറിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ടോട്ടൽ ആണ്, ഒരാളുടെ നല്ലാണ് പറഞ്ഞിരുന്നത്, ടോട്ടൽ സ്ഫിയേഴ്സ് ആണ്. ഒരു സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്തിനാ? ബിക്കോസ് FCCയില് 4 സ്ഫിയേഴ്സ് ഉണ്ട്. അപ്പൊ BCC ആയിരുന്നെങ്കിലോ ഒരു സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ സിമ്പിളിനകത്തോ, വളരെ സിമ്പിൾ അല്ലേ? സിമ്പിളിനകത്ത് എന്ത് ചെയ്താൽ മതി? ഒരു സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, 1 കൊണ്ടല്ലേ, അപ്പൊ പ്രശ്നം വരില്ല. കത്തിയല്ലോ? ഇതാണ് ചെയ്യുന്ന വഴി. മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, ആദ്യം സിമ്പിളിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ ഒരു സിമ്പിൾ ക്യൂബ്. ഓക്കെ, സിമ്പിൾ ക്യൂബ് എങ്ങനെ ഇരിക്കുന്നത് എല്ലാവർക്കും അറിഞ്ഞൂടെ? അപ്പൊ സിമ്പിൾ ക്യൂബിന്റെ ഒരു സൈഡ് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ, ഒറ്റ ഫേസ് ആണേ.
അപ്പൊ അതിന്റെ കോർണേഴ്സിൽ പാർട്ടിക്കിൾ കാണും. അപ്പൊ കോർണേഴ്സിലെ പാർട്ടിക്കിൾ ഞാൻ ഇവിടെ വലുതായിട്ട് വരയ്ക്കുക. അപ്പൊ ഇതൊരു കോർണറിലെ പാർട്ടിക്കിൾ, ഇത് വേറൊരു കോർണറിലെ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ രണ്ട് പാർട്ടിക്കിൾസ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റേഡിയസ് ആണ് ഇത് ആർ, ഇത് അടുത്തതിന്റെ റേഡിയസ് ആർ. ഓക്കെ, നോക്കൂ, ഈ സൈഡ് എന്ന് പറയുന്നത് ആ ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് അല്ലേ? ആ ക്യൂബിന്റെ എഡ്ജ് ആണ് 1 2 3 4 എഡ്ജസ് നമ്മളിവിടെ. അപ്പൊ ഈ എഡ്ജിനെ നമുക്ക് എ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് എ? എ എന്ന് പറഞ്ഞാൽ രണ്ട് ആറുകൾ ചേരുന്നതല്ലേ? ആണ്. ഈ ആറും കൂടി ചേരുമ്പോ ടോട്ടൽ ലെങ്ത് ആയി. സോ 2r എന്ന് പറയുന്നത് എ എന്ന് കിട്ടി. അങ്ങനെ വാട്ട് ഈസ് ആർ? ആർ ഇസ് ഈക്വൽ ടു എ ബൈ 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫോർമുലയിലേക്ക് വരാം. പാക്കിംഗ് എഫിഷ്യൻസി അല്ലേ കാണാനുള്ളത്? സോ പാക്കിംഗ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ഓഫ് ദി സ്ഫിയേഴ്സ് എന്നാണ്. ടോട്ടൽ വോളിയം ഓഫ് ദി സ്ഫിയേഴ്സ്. വോളിയം കാണുന്ന ഫോർമുല മറന്നിട്ടില്ലല്ലോ? 4/3 pi r cube. 4/3 pi r cube ഡിവൈഡഡ് ബൈ. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മുടെ ക്യൂബിന്റെ വോളിയം, ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോഴത്തേക്കും a ക്യൂബ് അല്ലെ? സ്ക്വയർ ക്യൂബിന്റെ വോളിയം കാണുന്ന ഫോർമുല a ക്യൂബ് ഡിവൈഡഡ് ബൈ a ക്യൂബ്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് അറിയാമോ? ഇത് ആർ ടേംസിലാണ് കിടക്കുന്നത്, ഇത് എ ടേംസിലാണ് കിടക്കുന്നത്. ഒന്നുകിൽ ആറിനെ എ ടേംസിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ എ ആർ ടേംസിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ടെക്സ്റ്റില് എ ആർ ടേംസിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ 2r ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. അപ്പൊ ഇക്വൽ ടു 4/3 pi r ക്യൂബ് ഡിവൈഡഡ് ബൈ എയുടെ സ്ഥാനത്ത് 2r. സോ 2r the whole cube. 2r the whole cube എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 2 ക്യൂബ് ഇൻറ്റു r ക്യൂബ്. സ്വാഭാവികമായിട്ടും r ക്യൂബ് ക്യാൻസൽ. ആൻഡ് പൈയുടെ വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഈസ് 3.14. അപ്പൊ 4/3 ഇൻറ്റു 3.14 ബൈ 2 ക്യൂബ്. 2 ക്യൂബ് എത്രയാ? 8. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം ഇൻറ്റു 100 ഉണ്ട്, എഴുതാൻ മറന്നുപോയതാണ്. സോ ഇൻറ്റു 100% ആക്കാൻ വേണ്ടി. സോ ഇൻറ്റു 100 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 52.4%. So the answer is 52.4%. സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ ക്യൂബിനെ കാണാനായിട്ട് ഈ ഫിഗർ കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. കാരണം കോർണേഴ്സിൽ മാത്രമേ ഇവിടെ പാർട്ടിക്കിൾസ് ഉള്ളൂ. ഓരോന്നിന്റെ റേഡിയസ്, രണ്ടുപേരുടെ റേഡിയസ് ചേരുമ്പോഴാണ് നമ്മുടെ ആ എഡ്ജ് ലെങ്ത് എ നമുക്ക് കിട്ടുന്നത്. ദെൻ ടോട്ടൽ കാണാൻ വേണ്ടി നമ്മൾ ഇത്രയും ചെയ്തു. ഒരു കാര്യം കൂടി, നമ്മളിവിടെ ഒരു സ്ഫിയറെ കണക്കാക്കിയുള്ളൂ അല്ലെ? ടോട്ടൽ സ്ഫിയർ എന്നായിരുന്നു ഫോർമുല, പക്ഷെ നമ്മൾ ഒന്നേ കണക്കാക്കിയുള്ളൂ. എന്തായിരുന്നു കാര്യം? ബിക്കോസ് സിമ്പിളിലാണെങ്കിൽ ഇസഡ് വാല്യൂ 1 ആണ്. അപ്പൊ ഒരു സ്ഫിയറിന്റെ കാര്യം മാത്രം കണക്കാക്കിയാൽ മതി. അതാണ് നമ്മളിവിടെ ചെയ്തത്. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി FCC എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. FCC ഫേസ് സെന്റർഡ് ക്യൂബ് നോക്കാം. നമുക്ക് ഫിഗർ ശ്രദ്ധിച്ചോളട്ടെ. ഫേസ് സെന്റർഡ് ക്യൂബിന്റെ ഒരു ഫേസ് ആണ് ഞാൻ ഈ എടുക്കുന്നത്. സോ ദിസ് ഈസ് എ സിംഗിൾ ഫേസ്. ഒരു ഫേസിന്റെ സെന്ററിലെ പാർട്ടിക്കിൾ കാണുമല്ലോ ഉറപ്പായിട്ട്. സോ ദിസ് ഈസ് എ ഫേസ് സെന്റർ. പിന്നെ എവിടെ കാണും? കോർണറിൽ പാർട്ടിക്കിൾ കാണുമല്ലോ, ഈ കോർണറിലും പാർട്ടിക്കിൾ കാണുമല്ലോ. അപ്പൊ ഇത് റേഡിയസ്, ഇത് റേഡിയസ്, ഇത് റേഡിയസ്, ഇത് റേഡിയസ്. അപ്പൊ എത്ര റേഡിയസ് ആയി? 4 റേഡിയസ്. അപ്പൊ ആർ 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 ആർ. ക്ലിയർ ആണല്ലോ? ഇത് എഡ്ജ് ലെങ്ത് എ. ദിസ് ഈസ് ഓൾസോ എഡ്ജ് ലെങ്ത് എ. ഓക്കെ, നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഇതൊരു പൈതഗോറസ് തിയറത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ കിടപ്പുണ്ട് അല്ലെ? അപ്പൊ ഇതിന്റെ ഹൈപ്പോട്ടനസ് എന്തായിട്ട് വരും? ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 4r ആണ്. സോ 4r is equal to root of ഇത് ഒരു സൈഡ്, ഇത് മറ്റൊരു സൈഡ്. അപ്പൊ a square plus a square. What is it? അപ്പൊ 4r is equal to a square plus a square എന്ന് പറഞ്ഞാൽ 2a square. അപ്പൊ root 2 a square ന്റെ റൂട്ട് എടുത്താൽ a കിട്ടില്ലേ? അപ്പൊ 4r is equal to root 2 into a എന്ന് കിട്ടും. ക്ലിയർ ആയോ ഇത്? അപ്പൊ അങ്ങനെ നമുക്ക് ഒരു റിലേഷൻ കിട്ടി. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എയുടെ ഇക്വേഷൻ വേണമെങ്കിൽ അതുണ്ടാക്കാം, ആറിന്റെ ഇക്വേഷൻ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിപ്പോ എയുടെ ഇക്വേഷൻ ആണ് വേണ്ടത്. സോ a is equal to 4r, ഈ റൂട്ട് 2 താഴെ വരും അല്ലെ? അപ്പൊ ഡിവൈഡ് ബൈ റൂട്ട് 2. ക്ലിയർ ആയോ? ഇനി നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി. അപ്പൊ പാക്കിംഗ് എഫിഷ്യൻസി കാണാനായിട്ട്
packing efficiency is equal to total volume of the unit cell. Total volume of the unit cell. അപ്പൊ ആദ്യം ഒരു സ്ഫിയറിന്റെ വോളിയം അതെന്താ കണ്ടുപിടിക്കുന്ന ഫോർമുല 4/3 പൈ ആർ ക്യൂബ് ആണല്ലോ. പക്ഷേ ഇവിടെ ഒരു സ്ഫിയർ ആണോ ഉള്ളത്? ഞാൻ ആദ്യമേ പറഞ്ഞു FCC ആണെങ്കിൽ അവിടെ ഒരു സ്ഫിയർ അല്ല 4 സ്ഫിയർ ഉണ്ട്. കാരണം അവിടുത്തെ Z വാല്യൂ 4 ആണ്. സോ നമുക്ക് ഇവിടെ ഒരു സ്ഫിയറിന്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ്. അപ്പൊ 4 വോളിയം എങ്ങനെ കണ്ടെത്തും? ഇൻടു 4. സോ മൾട്ടിപ്ലൈഡ് ബൈ 4. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇനി എന്താ? വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ എങ്ങനെയാ കാണുന്നത്? A ക്യൂബ്. അപ്പൊ A ക്യൂബ്. എക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അതെന്തായിരുന്നു സാധനം? 4r/√2 the whole cube. √2 the whole cube എന്ന് വരും. പെർസെന്റേജ് ആക്കാൻ വേണ്ടി ഇൻടു 100. കത്തിയല്ലോ, നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെ. ഇനി നമ്മൾ ചെയ്യേണ്ട ആറിന്റെ ആർ ക്യൂബ് വരും, ഇവിടെയും ആർ ക്യൂബ് വരും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇത് 4/√2 the whole cube into r cube. ഞാൻ മാറ്റി എഴുതി. അപ്പൊ ഈ ആർ ക്യൂബും ഈ ആർ ക്യൂബും ക്യാൻസൽ ആയി. Then what is remaining? 4 into 4 that is 16/3. Then pi യുടെ വാല്യൂ 3.14 divided by 4√2 the whole cube into 100. That means എല്ലാ നമ്പറുകളായിട്ട് മാറി. ഈ നമ്പറുകളെല്ലാം നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ you will get the answer as 74%. Okay, so the answer is 74%. അപ്പൊ FCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാ? 74%. ക്ലിയർ ആയോ ഡെറിവേഷൻ? ഡിഫിക്കൽട്ട് ഒന്നുമില്ല. ജസ്റ്റ് ശ്രദ്ധിക്കുക, ഫിഗർ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെങ്കിൽ ബാക്കി ചെയ്യുന്നതെല്ലാം ഒരേ ഫോർമാറ്റ്. എല്ലാ ഡെറിവേഷനും ഒരേ ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പൊ കാര്യം മനസ്സിലായി കാണും. ഓക്കെ, അപ്പൊ സിമ്പിൾ കഴിഞ്ഞു, ഫേസ് സെന്റേർഡും കഴിഞ്ഞു. ഇനി ഏതാ റിമൈനിങ്? BCC. എൻഡ് സെന്റേർഡ് ഇല്ല കേട്ടോ നമുക്ക് പഠിക്കാൻ. അപ്പൊ BCC കൂടി നമുക്ക് നോക്കാം. എങ്ങനെയാണ് ബോഡി സെന്റേർഡ് ക്യൂബിന്റെ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടെത്തുന്നത്? ചെയ്യാം നമുക്ക്. BCCയുടെ ഫിഗർ ഒരല്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കാനുള്ള സാധനമാണ്. അപ്പൊ നോക്കാം എങ്ങനെയാണ് BCCയുടെ ഫിഗർ വരയ്ക്കുന്നത്. സോ ഒരു BCC യൂണിറ്റ് സെൽ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഇതിന്റെ കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, ബോഡിയുടെ സെന്ററിലും പാർട്ടിക്കിൾ ഉണ്ട്. ആ ബോഡി സെന്ററിന്റെ താഴെയുള്ള ഫേസിന്റെ ഡയഗണലാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ക്ലിയർ ആയി കാണുമല്ലോ. ഞാൻ ഇവിടെ ബോഡി സെന്ററിൽ ഞാനൊരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ആൻഡ് ഞാൻ ഈ ഫേസ് എടുക്കുകയാണ്. അപ്പൊ ഈ ഫേസിന്റെ ഇവിടെ കോർണറിൽ ഒരു പാർട്ടിക്കിൾ, then ഈ കോർണറിലും മറ്റൊരു പാർട്ടിക്കിൾ. സോ ഞാൻ ഇവിടെ ഒരു ലെങ്ത് ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇത് 6, ഇത് 6, ഇത് 6, ഇത് 6. ക്ലിയർ ആയല്ലോ? ഈ ടോട്ടൽ ലെങ്തിനെ ഞാൻ C എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ടോട്ടൽ ലെങ്തിനെ C എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈ ഡയഗണലിനെ ഞാൻ B എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈ ലെങ്ത് എഡ്ജ് ലെങ്ത് ആണ് A. ദിസ് ഈസ് ഓൾസോ A, ദിസ് ഈസ് ഓൾസോ A. ഈ ലെങ്ത് A. അപ്പൊ ഇത് A, ഇത് A, ഇത് B, ആൻഡ് ദിസ് ഇസ് ടോട്ടൽ C. ഈ സൈഡ് A. അപ്പൊ എനിക്കിവിടെ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് എനിക്ക് ഇവിടെ വേണം. ഒന്നെന്ന് പറയുന്നത് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ ഒരു സൈഡ് ഉണ്ട്, B എന്ന് പറയുന്ന അൺനോൺ സൈഡ്. അപ്പൊ എനിക്ക് ഇവിടെ വേണമെങ്കിൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? B സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ A സ്ക്വയർ പ്ലസ് A സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എഴുതാം അല്ലെ? A സ്ക്വയർ പ്ലസ് A സ്ക്വയർ. വാട്ട് ഈസ് A സ്ക്വയർ പ്ലസ് A സ്ക്വയർ? 2A സ്ക്വയർ. അതവിടെ ഇരിക്കട്ടെ. ഇനി ഈ ട്രയാംഗിൾ നിങ്ങൾ കൺസിഡർ ചെയ്യും. ഈ വലിയ ട്രയാംഗിൾ, ഈ വലിയ ട്രയാംഗിളിലെ ഹൈപ്പോട്ടനസ് അല്ലേ C എന്ന് പറയുന്നത്? അതിന്റെ ഒരു സൈഡ് അല്ലേ A, മറ്റൊരു സൈഡ് B അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? C സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ, ദാറ്റ് ഈസ് B സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ A സ്ക്വയർ. What is B square? B square already എഴുതി വെച്ച് 2A square. So 2A square plus A square. What is remaining? 3A square. അപ്പൊ C square is equal to 3A square എന്ന് കിട്ടി. ഡിഫിക്കൽട്ടി ഇല്ലല്ലോ. ഫിഗർ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇത് ബോഡി സെന്ററിൽ ഇരിക്കുന്ന ആള്, ഇത് കോർണറിൽ ഇരിക്കുന്ന ആള്, ഇത് അടുത്ത കോർണറിൽ ഇരിക്കുന്ന ആള്. ഇവരെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഡയഗണൽ നമ്മൾ വരച്ചു.
പക്ഷെ അത് അൺനോൺ ആയിട്ടുള്ള ഡയഗണൽ ആയതുകൊണ്ടാണ് അതിന് നമ്മൾ എ എന്ന് പറയുന്ന ടേംസിൽ എഡ്ജ് ലെങ്ത്തിന്റെ ടേംസിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പൊ നമുക്ക് സിയുടെ ഇക്വേഷൻ കിട്ടി. അപ്പൊ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3a² എന്ന് കിട്ടി. ഇനി നമുക്ക് സി കണ്ടുപിടിക്കാം. അപ്പൊ സി എന്ത് വരും? √3a². 3യുടെ റൂട്ട് 3 എന്ന് തന്നെ ഇടാം, a² റൂട്ട് a എന്ന് ഇടാം. അപ്പൊ സി എന്താന്ന് കിട്ടി? √3a എന്ന് കിട്ടി. ഒന്ന് ഫിഗർ ശ്രദ്ധിച്ചേ, r പ്ലസ് r അല്ലേ സി എന്ന് പറയുന്നത് അല്ലെ? 4 ആറുകൾ ചേരുന്നതാണ് സി. അപ്പൊ നമുക്ക് എഴുതാം √3a, അതായത് സി എന്തിന് ഈക്വൽ ആണ്? 4r ഈക്വൽ ആണ്. എങ്കിൽ a എന്തെന്ന് വരും? a ഇസ് ഈക്വൽ ടു 4r/√3. അപ്പൊ a ഇസ് ഈക്വൽ ടു 4r/√3 എന്ന് കിട്ടി. ഇനിയെല്ലാം നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റ്. സോ പാക്കിംഗ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? പാക്കിംഗ് എഫിഷ്യൻസി കാണുന്ന ഫോർമുല ദാറ്റ് ഈസ് 4 സ്ഫിയറിന്റെ വോളിയം അല്ലെ? സ്ഫിയറിന്റെ വോളിയം കാണുന്ന ഫോർമുല 4/3πr³. പക്ഷെ ഇവിടെ എത്ര സ്ഫിയർ ഉണ്ട്? BCC ആണ്. മറന്നിട്ടില്ലല്ലോ, ഒരു സ്ഫിയർ അല്ല, 2 സ്ഫിയർസ്. കാരണം z വാല്യൂ 2 ആണ്. സോ യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 2. അപ്പൊ 2 × 4/3πr³ ഡിവൈഡ് ബൈ ഒരു ക്യൂബിന്റെ വോളിയം കാണുന്ന ഫോർമുല a³. സോ a³. പക്ഷെ എക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, നേരത്തെ ചെയ്തതുപോലെ തന്നെ. എയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ? 4r/√3. അപ്പോ എയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതും? 4r/√3 the whole cube. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? r³ ഇവിടുത്തെ r³ കൂടി ക്യാൻസൽ ആകും. ബാക്കിയെല്ലാം നമ്പേഴ്സ് ആയിട്ട് മാറും. പെർസെന്റേജ് ആക്കാൻ വേണ്ടി ഇൻറ്റു 100 കൂടി നമ്മൾ ചെയ്യും. ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 68%. ക്ലിയർ ആയത്? ഇങ്ങനെയാണ് പാക്കിംഗ് എഫിഷ്യൻസി 3 പേരുടേത് കണ്ടെത്തുന്നത്. സിമ്പിള്. രണ്ടാമത് ചെയ്തത് FCC, മൂന്നാമത് ചെയ്തത് BCC. ഈ ചെയ്തതിൽ ആർക്കാ പാക്കിംഗ് എഫിഷ്യൻസി ഏറ്റവും കൂടുതൽ? മറക്കരുത്, നമ്മുടെ FCC ആയിരുന്നു. ഓക്കെ, 74% ഉണ്ട് അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. മറന്നിട്ടില്ലല്ലോ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് പാക്കിംഗ് എഫിഷ്യൻസി. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. വളരെ ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. പക്ഷെ എന്നാലും നമ്മൾ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പഠിച്ച കുറച്ച് ഫോർമുലകളുണ്ട്. ഓരോ കേസിലും റേഡിയസും എഡ്ജ് ലെങ്തും തമ്മിലുള്ള ഞാൻ ഇങ്ങനെ അടിവരയിട്ട് പോയ കുറച്ച് സാധനങ്ങൾ, ആ എയും ആറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അത് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ പാക്കിംഗ് എഫിഷ്യൻസിയുടെ വാല്യൂസ്, 3 വാല്യൂസും 3 ഫോർമുലയും, ഇത്രയേ ഉള്ളൂ. അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയാനായിട്ട്. ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്നത് വളരെ റെയർ ആയിട്ടേ ചോദിക്കാറുള്ളൂ. പക്ഷെ എൻട്രൻസിന് ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കണക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വരും. അപ്പോ നല്ലോണം പഠിക്കുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇനിയും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാലും മതി. ആർക്കെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചെയ്തു തരാവുന്നതേ ഉള്ളൂ. ഓൺലൈൻ ക്ലാസ്സസ് തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഓൺലൈൻ ക്ലാസ്സിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. അപ്പോ +2 തീരുന്നത് വരെയും കൂടെ കാണും.